Yes, again I am back with another auxiliary verb. Shall, should have. അല്ലെ, നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? വിൽ, വുഡ് ആയിരുന്നു അല്ലെ. വിൽ, വുഡ് അതിന്റെ ഒരു സെയിം കാറ്റഗറി തന്നെയാണ് ഷാളും ഷുഡും. ഓക്കെ, പക്ഷേ ഞാൻ ഷാൾ നിങ്ങളുടെ ടെൻസിൽ പഠിച്ചപ്പോ, ഫ്യൂച്ചർ ടെൻസ് പഠിച്ച ടൈമിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു? ഷാളിന്റെ യൂസ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് പേഴ്സന്റെ കൂടെ ഐ വി എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിരുന്നത്? ഷാൾ യൂസ് ചെയ്തിരുന്നത് അല്ലെ, ഫ്യൂച്ചർ ടെൻസിൽ. പക്ഷെ അത് പണ്ടത്തെ ഒരു യൂസ് ആണ്. ഇപ്പൊ എന്താണ്? ഇപ്പൊ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. പക്ഷേ അപ്പോഴാണ് ആ ഫ്യൂച്ചർ ടെൻസിൽ നിന്ന് നമ്മൾ ഷാളിനെടുത്ത് ഉപേക്ഷിച്ചല്ലോ. സോ പിന്നെ ഷാൾ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നല്ലേ? അത് യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. മോഡൽ ഓക്സിലറിയുടെ കേസ് വരുമ്പോഴാണ് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷാള് കുറെയൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നാലും വലിയൊരു യൂസ് എന്താണ്? ഷാളിലൊന്നും വരുന്നില്ല. പക്ഷെ ഷുഡ് ഹാവിനൊക്കെ ചില കേസുകളിൽ എന്ത് വരുന്നുണ്ട്? യൂസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഷോൾ എന്താണ്? ഷോൾ ആണ്. ഓക്കെ, ദെൻ യൂസ് വിത്ത് ഐ വി ഇൻ ഫ്യൂച്ചർ ടെൻസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് പേഴ്സൺ അല്ലെ, ഐ വി എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഷാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ എന്താണ് അതിനുശേഷം പിന്നീട് എന്ത് പറഞ്ഞു? അതിന് പകരം ഇപ്പൊ എന്ത് യൂസ് ചെയ്യാം? വില്ലും യൂസ് ചെയ്യാം അല്ലെ. എന്നിരുന്നാലും ഷാളിന്റെ ഒരു യൂസ് പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് പകരം ഇപ്പൊ വില്ല് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു പോസിബിലിറ്റി ഇപ്പൊ ഇല്ല കേട്ടോ. ദെൻ സജഷൻസ് അല്ലെ. നമുക്ക് എപ്പോഴും എന്താണ്? സജഷൻസ് പറയേണ്ടി വരും അല്ലെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെക്കേണ്ടി വരും അല്ലെ. നമുക്ക് ആ കാര്യത്തിലൊക്കെ ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെ കൊള്ളാം, ഓക്കെ ഇതിങ്ങനെ ചെയ്താൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും, ഇങ്ങനെയുള്ള സജഷൻസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? സജഷൻസ് പറയേണ്ടി വരാറുണ്ട്. ഓക്കെ, ദെൻ പ്രോമിസ് അല്ലെ. വില്ലാണ് ഏറ്റവും കൂടുതൽ പ്രോമിസിന് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഷാളും യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ഓഫറിങ് ഹെൽപ്പ് പൊളൈറ്റ്ലി. നമ്മൾ സഹായം ചെയ്യും അല്ലെ, നമ്മൾ ഓഫർ ചെയ്യാണ്. എന്ത്? ഹെൽപ്പ് ഓഫർ ചെയ്യാണ്. എങ്ങനെ? വളരെ പൊളൈറ്റ് ആയിട്ട്. അങ്ങനെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓഫർ കൊടുക്കുകയാണ്, ഹെൽപ്പ് ഓഫർ കൊടുക്കുകയാണ്. ഓക്കെ, സോ യൂസ് വിത്ത് ഐ വി, ദെൻ സജഷൻസ്, ദെൻ പ്രോമിസ്, ദെൻ ഓഫറിങ് ഹെൽപ്പ് പൊളൈറ്റ്ലി. എന്താണ്? ഓഫറിങ് ഹെൽപ്പ് പൊളൈറ്റ്ലി. നോട്ട് ചെയ്യുക, ഷോർട്ട് നോട്ട് എഴുതിയെടുക്കുക. ഷാളിന്റെ യൂസുകൾ ഏതൊക്കെയാണ്? 4 യൂസുകളാണ്. ഓക്കെ, ഫസ്റ്റ് വൺ യൂസ് വിത്ത് ഐ വി ഫ്യൂച്ചർ ടെൻസ്. എന്താണ്? ഫ്യൂച്ചർ ടെൻസിൽ ഐ വി ഫസ്റ്റ് പേഴ്സന്റെ കൂടെ യൂസ് ചെയ്യാനാണ് എന്ത്? ഷാൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. I shall wait for you at the library. എന്താണ്? I shall wait for you at the library. ലൈബ്രറിയിൽ എന്താണ്? ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യും. Then we shall go to the store. We shall go to the store. നമുക്ക് എങ്ങോട്ട് പോകാം? സ്റ്റോറിലോട്ട് പോവാം. I shall be there by 8 o'clock. എന്താണ്? I shall be there by 8 o'clock. Okay, നമുക്ക് എന്ത് പറയാം? ഐ ഷാൽ ബി പ്രിപ്പയർഡ് അല്ലെ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രിപ്പയർ ചെയ്യും അല്ലെ. ഐ ഷാൽ ബി ഗോ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പോകും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് പറയാം? ഐ ഷാൽ അറേഞ്ച് ദ പാർട്ടി. എന്താണ്? ഐ ഷാൽ അറേഞ്ച് ദ പാർട്ടി. ഞാൻ എന്ത് ചെയ്യും? പാർട്ടി അറേഞ്ച് ചെയ്യും അല്ലെ. അവിടേക്ക് എന്തിനാണ് വരുന്നത്? ഐ ഷാൽ അറേഞ്ച് ദ പാർട്ടി. എന്താണ്? ഐ ഷാൽ അറേഞ്ച് ദ പാർട്ടി. എന്താണ്? മറ്റൊരു എക്സാമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഐ ഷാൽ അറേഞ്ച് ദ പാർട്ടി. ദെൻ അതുപോലെ തന്നെ എന്ത് പറയാം? വി ഷാൽ അറേഞ്ച് ദ പാർട്ടി, അല്ലെങ്കിൽ വി ഷാൽ എൻജോയ് ദ പാർട്ടി അല്ലെ. അപ്പോൾ എന്തിനാണ് വരുന്നത്? ഐയും വിയും ഷാളൊക്കെ, ഐന്റെയും വീന്റെയും കൂടെ ഷാൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാനാണ് എന്ത് വരുന്നത്? ഷാളിന്റെ ഒരു യൂസ് വരുന്നത്. ഓക്കെ, ഐന്റെയും വീന്റെയും കൂടെ ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യാനാണ് ഷാളിന്റെ ഒരു യൂസ്. ഓക്കെ, ബട്ട് ഇപ്പൊ എന്താണ് അതിന് പകരം ഇപ്പൊ യൂസ് ചെയ്യുന്നത്? എന്താണ്? പൊതുവെ വില്ലാണ് യൂസ് ചെയ്യുക കേട്ടോ. പൊതുവെ എന്താണ് ഇപ്പോ ഷാളിന് പകരം യൂസ് ചെയ്യാറ്? വില്ലാണ്. ഓക്കെ, ദെൻ സജഷൻസ്. ഓക്കെ, സജഷൻസ് പറയാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒരാൾക്ക് മുമ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം നമ്മുടേതായിട്ട് പറയാം. ഓക്കെ, നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഷാൽ വി ബിഗിൻ ഡിന്നർ അല്ലെ. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് എന്ത് ചെയ്ത് നൈറ്റ് ആയില്ലേ. അപ്പൊ നമുക്ക് വിശക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഭക്ഷണം കഴിക്കല്ലേ രാത്രി?
ഫുഡ് കഴിക്കല്ലേ നമ്മൾ എന്താ പറയാം അല്ലെ, നമുക്ക് ഇനി അടുത്ത ഫുഡ് കഴിച്ചാലോ അല്ലെ, നമുക്കിനി ഡിന്നർ കഴിച്ചാലോ, അല്ലെങ്കിൽ നമുക്ക് ലഞ്ച് കഴിച്ചാലോ എന്നൊക്കെ പറയാലോ അല്ലെ. നമ്മൾ സജഷൻസ് അങ്ങോട്ട് വെക്കുകയാണ്, വളരെ പൊളൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഒരു സജഷൻ പറയാണ്, നമുക്ക് ഡിന്നർ കഴിക്കാം അല്ലെ, അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിന്നർ കഴിച്ചാലോ. ഓക്കെ, അതാണ് ഷാൾ വി ബിഗിൻ ഡിന്നറിന്റെ മീനിങ്. ഓക്കെ, ദെൻ ഷാൾ വി ഗോ ഫോർ എ വാക്ക്. എന്താണ് ഷാൾ വി ഗോ ഫോർ എ വാക്ക്? അതും ഒരു സജഷൻ ആണ്, നമ്മൾ മുന്നോട്ട് വെക്കാണ്. നമുക്ക് കുറച്ചു നേരം നടന്നിട്ട് വന്നാലോ അല്ലെ, കുറച്ചു നേരം അങ്ങ് നടക്കാൻ പോയാലോ എന്നൊക്കെ പറയില്ല. നമ്മള് വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വെറുതെ ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഒക്കെ നമുക്കൊരു ട്രിപ്പ് പോയാലോ അല്ലെ. ഷാൾ വി ഗോ ഫോർ എ ട്രിപ്പ് അല്ലെ, ഷാൾ വി ഗോ ഫോർ എ വാക്ക്? നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വാക്ക് പോകാം അല്ലെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. ഇങ്ങനെയുള്ള ഒരു സജഷൻസ് ആണ്. ഓക്കെ, ദെൻ ഷാൾ വി മൂവ് ഇൻ ടു ലിവിംഗ് റൂം? ഓക്കെ, നമ്മളിങ്ങനെ കുറെ വരാന്തയിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ സിറ്റോറിലൊക്കെ ഇരുന്ന് കുറെ ബോറടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ബോറടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ അതൊക്കെ ഒരു സജഷൻ ഇത് കൊടുക്കാം. നമുക്ക് ഞങ്ങൾ ലിവിംഗ് റൂമിലോട്ട് മാറിയാലോ അല്ലെ, ഇനി നമുക്ക് ഓഫീസ് റൂമിലോട്ട് ലിവിംഗ് റൂമിലോട്ട് ഇരുന്നാലോ എന്നൊക്കെ പറയില്ലേ, നമുക്ക് അങ്ങോട്ട് നീങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഡൈനിങ് റൂമിലോട്ട് നീങ്ങാം ഒക്കെ പറയുന്ന പോലെ ഷാൾ വി മൂവ് ഇൻ ടു ലിവിംഗ് റൂം? നമുക്കിനി ലിവിംഗ് റൂമിലോട്ട് പോയാലോ? ഇതൊക്കെ എന്താണ് മക്കളെ, ഇതൊക്കെ എന്താണ്, ഒരു സജഷൻസ് ആണ് അല്ലെ. നമുക്ക് മറ്റൊരാളോട് നമ്മൾ എന്ത് ചെയ്യാണ്, സജഷൻസ് വെക്കണം, നമുക്ക് അത് ചെയ്യല്ലേ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകല്ലേ, കുറച്ചു നേരം നടക്കല്ലേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് പോയി റെഡി ആക്കിയല്ലേ. ഓക്കെ, നമുക്ക് ഇനി കുറച്ചു നേരം ഒന്ന് എന്തെങ്കിലും ഒന്ന് പുറത്ത് പോയി കഴിച്ചാലോ, അല്ലെങ്കിൽ നമുക്ക് മുകളിൽ പോയി കുറച്ചു നേരം സംസാരിച്ചാലോ. ഇങ്ങനെ ഓരോ സജഷൻസ് വെക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഷാൾ വി എന്ന് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് ചെയ്യാലോ, നമുക്ക് പോയാലോ അല്ലെ. ഷാൾ വി ബിഗിൻ ഡിന്നർ? നമുക്കന്ന് ഡിന്നർ കഴിക്കാൻ, നമുക്ക് ഡിന്നർ കഴിച്ചാലോ. ഓക്കെ, അപ്പോ സജഷൻസ് പറയാൻ എന്ത് യൂസ് ചെയ്യും, എന്താണ് യൂസ് ചെയ്യുന്നത്, ഷാൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്രോമിസ് അല്ലെ, പ്രോമിസ് പറയാൻ ഏറ്റവും ബെറ്റർ വില്ലാണ്, എന്നിരുന്നാൽ പോലും ഷാൾ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം, ഐ ഷാൾ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ് ഫോർ യു? ഞാൻ എല്ലാം എന്ത് ചെയ്യും, ഐ ഷാൾ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ് ഫോർ യു? ഞാൻ എല്ലാം എന്ത് ചെയ്യും, നിന്നെ ഏത് രീതിക്കും എപ്പോഴും എന്ത് ചെയ്യും, നിന്നെ ടേക്ക് കെയർ ചെയ്യും. ഓക്കെ, ദെൻ ഐ ഷാൾ മേക്ക് അറേഞ്ച്മെന്റ്സ്? ഞാൻ എന്ത് ചെയ്യാണ്, ഐ ഷാൾ മേക്ക് അറേഞ്ച്മെന്റ്സ്? ഞാൻ എല്ലാ അറേഞ്ച്മെന്റ്സ് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും അല്ലെ. അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ എന്ത് ചെയ്ത് തരും, സെറ്റ് ആക്കി തരും. ഓക്കെ, പ്രോമിസ് കൊടുക്കണം അല്ലെ, എല്ലാ അറേഞ്ച്മെന്റ്സ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ സെറ്റ് ആക്കി തരും. ഓക്കെ, ഇതിന് പകരം നമുക്ക് വില്ലും യൂസ് ചെയ്യാം, പക്ഷെ ഇവിടെ എന്താണ്, ഷാള് വെച്ചിട്ടുള്ള പ്രോമിസ് ആണ്. ഓക്കെ, ദെൻ ഓഫറിങ് ഹെൽപ്പ് പൊളൈറ്റ്ലി? എന്താണ്, ഓഫർ ചെയ്യാണ്, ഹെൽപ്പ് പൊളൈറ്റ് ആയിട്ട്, വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ താഴ്മയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓഫർ ചെയ്യാണ്, ഹെൽപ്പ് ഓഫർ ചെയ്യാണ്. നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഷാൾ ഐ ക്യാരി ദ ബാഗ് ഫോർ യു? എന്താണ്, ഷാൾ ഐ ക്യാരി ദ ബാഗ് ഫോർ യു? ഈ ബാഗ് നിനക്ക് വേണ്ടി ഞാനൊന്ന് ക്യാരി ചെയ്തോട്ടെ അല്ലെ. ഈ ബാഗ് എടുത്ത് ഞാൻ അങ്ങോട്ട്, നമ്മൾ മലയാളത്തിൽ പറയാനുണ്ട്, ഈ ബാഗ് ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചുതരാം അങ്ങനെ പറയില്ലേ. ഈ ബാഗ് നിനക്ക് വേണ്ടി, നിനക്കിതൊന്നും എടുത്ത കയ്യിലുണ്ടാവില്ല, ഈ ബാഗ് നിനക്ക് വേണ്ടി ഞാനത് പുറത്തോട്ട് എടുത്ത് വെച്ചുതരാം എന്നൊക്കെ പറയാറില്ലേ. യെസ്, അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാണ്, ഓഫർ കൊടുക്കണം, നമ്മൾ അങ്ങോട്ട് നമ്മുടെ ഹെൽപ്പ് അങ്ങോട്ട് ഓഫർ ചെയ്യാണ്. ഇത് ഞാൻ എടുത്ത് അങ്ങോട്ട് വെച്ചുതരാം, ഓക്കെ, ഇത് ഞാൻ നിന്നെ സഹായിച്ചു തരാം അല്ലെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാൾക്ക് എന്ത് ചെയ്യാണ്, ഓഫർ കൊടുക്കുകയാണ്. അങ്ങനെ ഓഫർ കൊടുക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഷാൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഷാൾ ഐ ഹെൽപ്പ് യു വിത്ത് ദ ഡിഷസ്? എന്താണ്, ഷാൾ ഐ ഹെൽപ്പ് യു വിത്ത് ദ ഡിഷസ് അല്ലെ. നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോടൊക്കെ, മദറിനോടൊക്കെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, ഇതാ ഈ ഡയലോഗ് ചോദിക്കാം. നിങ്ങളുടെ അമ്മമാരോടൊക്കെ നിങ്ങൾക്ക് ഈ ഡയലോഗ് ചോദിക്കാം. പക്ഷെ ചോദിക്കാനുള്ള സാധ്യത എന്താണ്, കമ്മിയാണല്ലേ മക്കളെ. കാരണം ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണിയായിരിക്കും നിങ്ങൾക്ക് അല്ലെ. എന്താണ്, ഷാൾ ഐ ഹെൽപ്പ് യു വിത്ത് ദ ഡിഷസ്? എന്താണ്, ഈ ഡിഷസ് ഒക്കെ, ഈ പാത്രമൊക്കെ ഒന്ന് കേകി തരട്ടെ അല്ലെ, ഈ പാത്രമൊക്കെ ഞാൻ അങ്ങ് കേകി തന്ന് സഹായിക്കട്ടെ എന്നൊരു ചോദ്യമാണ് അതല്ലേ. ഈ പാത്രമൊക്കെ ഞാൻ കേകി തന്ന് സഹായിക്കട്ടെ എന്ന് നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അമ്മമാരോട് പോയി എങ്ങനെ ചോദിക്കും മക്കളെ, ഒന്ന് പറഞ്ഞ് എങ്ങനെ ചോദിക്കാം, ഷാൾ ഐ ഹെൽപ്പ് യു വിത്ത് ഡിഷസ് എന്ന് നിങ്ങളുടെ അമ്മമാരോട് ചോദിക്കാൻ മടിയുണ്ടെങ്കിലും ഇന്ന് പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് പോയി ചോദിച്ചു നോക്കൂ. എന്താണ്, ഷാൾ ഐ ഹെൽപ്പ് യു വിത്ത് ദ ഡിഷസ് അല്ലെ. ഈ ഡിഷസ് ഒക്കെ ഒന്ന് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു തരാം എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ എന്താണ്, ഓഫറിങ് ഹെൽപ്പ് പൊളൈറ്റ്ലി. ഫസ്റ്റ് എക്സാമ്പിൾ എന്തായിരുന്നു, ഷാൾ ഐ ക്യാരി ദ ബാഗ് ഫോർ യു? ഞാൻ ഈ ബാഗ് ഒന്ന്, നിനക്ക് വേണ്ടിയിട്ട് ഈ ബാഗ് ഞാൻ അങ്ങോട്ട് ക്യാരി ചെയ്തത് ഞാൻ അവിടുന്ന് അങ്ങോട്ട് എടുത്തു കൊണ്ടുതരാം. ഓക്കെ, ദെൻ ഫസ്റ്റ് സെക്കൻഡ് വൺ എന്തായിരുന്നു, ഷാൾ ഐ ഹെൽപ്പ് യു വിത്ത് ഡിഷസ്? ഈ ഡിഷസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യാം, കഴുകിയിട്ട് ഹെൽപ്പ് ചെയ്തു തരാം. ഓക്കെ, ഇത് രണ്ടും എന്താണ്, ഹെൽപ്പ് എന്ത് ചെയ്യാണ്, നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ. ഇങ്ങോട്ട് ചോദിക്കല, നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു.
The next one, should. ഷാളിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷുഡ് അല്ലെ. അതാണ് ആദ്യം അറിയേണ്ട ഒരു ബേസ്. എന്താണ് ഷാൾ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറിയുടെ എന്താണ് പാസ്റ്റ് ആണ് എന്ത് ഷുഡ്. ഓക്കെ, നോക്കാം ഷുഡിന്റെ യൂസുകൾ നോക്കാം. ആസ്കിങ് ഫോർ ഗിവിങ് അഡ്വൈസ്. എന്താണ് അഡ്വൈസ്, ഉപദേശങ്ങൾ കൊടുക്കാനും ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങാനും അല്ലെ. ചില സജഷൻസ് ഒക്കെ ചോദിച്ചു വാങ്ങുന്നതിനാണ് നമ്മൾ ഉപദേശം ചോദിച്ചു വാങ്ങാറ് അല്ലെ. അഡ്വൈസ് കൊടുക്കുക, വാങ്ങുക അല്ലെ. അഡ്വൈസ് എന്താണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് അല്ലെ. നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യാം, മറ്റുള്ളവരുടെ നമുക്ക് ഉപദേശങ്ങൾ ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യാം അല്ലെ. സോ അത് രണ്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഷുഡ് യൂസ് ചെയ്യും. ഓക്കെ, എന്ത് യൂസ് ചെയ്യും? ഷുഡ് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ സജഷൻസ്. ഇവിടെയും സജഷൻസ് പറയാൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ഷാളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സജഷൻസ് പറയാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഷുഡ് കൊണ്ടും എന്ത് ചെയ്യാം? സജഷൻസ് പറയാം. ഓക്കെ, ദെൻ ടു ടോക്ക് അബൌട്ട് വാട്ട് ഈസ് ഐഡിയ. എന്താണ് ടു ടോക്ക് അബൌട്ട് വാട്ട് ഈസ് ഐഡിയ? ഓക്കെ, ഇതിന് നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ മക്കളെ. എന്താണ് നമുക്ക് ഇങ്ങനെ അഭിപ്രായങ്ങളും ഐഡിയകളൊക്കെ പറയുന്നത് വളരെ ഇഷ്ടമാണ്. അത് അവിടെ കുറച്ച് ഇങ്ങോട്ട് ചെരിഞ്ഞൊക്കെ പഠിച്ചിരുന്നെങ്കിൽ അത് നല്ലതായിരിക്കും അല്ലെ. നമ്മൾ അങ്ങനെ പറയല്ലേ, ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിരുന്നെങ്കിൽ അത് ഉഷാറായി. നമ്മുടെ ഐഡിയ നമ്മൾ പറയാണ് അല്ലെ. ഇവിടെ കുറച്ചും കൂടെയൊക്കെ നല്ല ഭംഗിയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊന്നും കൂടെ ഉഷാറായേനെ. ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചില സമയത്ത് നമ്മുടെ ഐഡിയാസ് പറയാറുണ്ട് അല്ലെ. ഈ ഷോപ്പിൽ കുറച്ചുകൂടെയൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ, ഒന്നും കൂടെ ബെറ്റർ ആയേനെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അങ്ങനെ നമ്മുടെ ഐഡിയാസ് അല്ലെ, ഇവിടെ ഇന്നത് വെച്ചിരുന്നെങ്കിൽ ഇത് ഉഷാറാവും. അങ്ങനെയുള്ള നമ്മുടെ ഐഡിയാസ് ഒക്കെ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ചില ഐഡിയാസ് ഒക്കെ ടോക്ക് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാം മക്കളെ? ഷുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ടു എക്സ്പ്രസ് സർപ്രൈസ്, ആങ്കർ, ഡിസഗ്രിമെന്റ്. ഓക്കെ, ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഇത് എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് അല്ലെ. ചില സമയത്ത് ഒരു ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെ നമുക്ക് സർപ്രൈസ് ആവാറുണ്ട്. ഇത് ഞാൻ എന്തിന് അല്ലെ, ഞാൻ എന്തിനു പറയണം അല്ലെ, ഞാൻ എന്തിനു ചെയ്യണം? ഇങ്ങനെയുള്ള ചില സമയത്തുണ്ട് സർപ്രൈസ് വിത്ത് ഒരു ആങ്കറും ഒരു ഡിസഗ്രിമെന്റും ഒക്കെ. അതിനോടുള്ള എതിർപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഓവറായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഷുഡ് യൂസ് ചെയ്യും. നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ എന്താവും? ഒന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ ഏതൊക്കെയാണ്? 4 യൂസുകളാണ് ഉള്ളത്. ആസ്കിംഗ് ഫോർ ഗിവിംഗ് അഡ്വൈസ്, അഡ്വൈസ് കൊടുക്കാനും വാങ്ങാനും ഒക്കെ. ദെൻ സജഷൻ, ദെൻ ടോക്ക് അബൌട്ട് വാട്ട് ഈസ് ഐഡിയ, ടു എക്സ്പ്രസ് സർപ്രൈസ്, ആങ്കർ ആൻഡ് ഡിസഗ്രിമെന്റ്. ഓക്കെ, നോക്കാം. ആസ്കിംഗ് ഫോർ ആൻഡ് ഗിവിംഗ് അഡ്വൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് അഡ്വൈസിന്റെ കേസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നത് ഇഷ്ടമാണ് അല്ലെ. നമ്മൾ എന്ത് പറയും? നീ കുറച്ചും കൂടെ ഒക്കെ ഉഷാർ ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയി അല്ലെ. എനിക്ക് തോന്നുന്നു നീ അതൊന്നും കൂടെ ഉഷാറായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അതൊന്നും കൂടെ നിനക്ക് എന്തായിരുന്നു? ഒന്ന് ഉഷാറായ. നമ്മളിങ്ങനെ പറയാറില്ലേ, ഐ തിങ്ക് യു ഷുഡ് വർക്ക് ഹാർഡ് അല്ലെ. നീ ഒന്നും കൂടെ എന്ത് ചെയ്യണമായിരുന്നു? ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു അല്ലെ. ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു. ഓക്കെ, ഇതൊരു ഷുഡിലോട്ടാട്ടോ അതിന്റെ ഒരു മലയാളം പോകേണ്ടത്. ഓക്കെ, then I think you should study harder. നീ ഒന്നുകൂടെയൊക്കെ ഹാഡ് ചെയ്തിട്ട് എന്തായിരുന്നു? നീ ഒന്നുകൂടെയൊക്കെ ഹാഡ് ചെയ്തിട്ട് പഠിക്കണമായിരുന്നു അല്ലേ. ഓക്കെ, then you should respect your parents. എന്ത് ചെയ്യണം മക്കളെ? ഇത് അഡ്വൈസ് ആണ് കേട്ടോ, നമ്മൾ പറയാണ്. you should respect your parents. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിർബന്ധമല്ല കേട്ടോ, നിർബന്ധത്തിന്റെ കേസല്ല. അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു അഡ്വൈസ് അങ്ങ് വെറുതെ കൊടുക്കാണ്, അത്രേ ഉള്ളൂ കേട്ടോ. യു ഷുഡ് റെസ്പെക്ട് യുവർ പാരന്റ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? യു ഷുഡ് മീൻസ് ഇവിടെ നിർബന്ധം ഞാൻ പറയുന്നുണ്ടെങ്കിലും ഷുഡിലൊരു നിർബന്ധം ഇല്ല കേട്ടോ. ജസ്റ്റ് അഡ്വൈസ് മാത്രമാണ്. ഓക്കെ, യു ഷുഡ് റെസ്പെക്ട് യുവർ പാരന്റ്സ്. എന്ത് ചെയ്യണം? പാരന്റ്സിന് എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, യു ഷുഡ് ലവ് യുവർ പാരന്റ്സ്. പാരന്റ്സ് എന്ത് ചെയ്യണം? ലവ് ചെയ്യണം. പാരന്റ്സിന് എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഇതിനൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് പറയാം? യു ഷുഡ് സീ ദ ഡെന്റിസ്റ്റ്. എന്ത് ചെയ്യണം? നീ പോയിട്ട് എന്ത് ചെയ്യും? യു ഷുഡ് സീ ദ ഡെന്റിസ്റ്റ്. നീ ഡെന്റിസ്റ്റിനെ പോയിട്ട് കാണിക്കണം. അല്ലെങ്കിൽ യു ഷുഡ് സീ ദ ഡോക്ടർ. നീ എന്ത് ചെയ്യണം? ഡോക്ടറിനെ പോയിട്ട് എന്ത് ചെയ്യണം? ചെയ്യണം. ഇതൊക്കെ എന്താണ്? നമുക്കൊരാൾക്ക് എന്ത് ചെയ്യണം? നമ്മളൊരാൾക്ക് അഡ്വൈസ് കൊടുക്കുകയാണ്, ഉപദേശം കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അതൊരു ക്വസ്റ്റ്യൻ മോഡലിൽ നോക്കാം. ഓക്കെ, ഷുഡ് ഐ സീ എ ഡെന്റിസ്റ്റ്? ഇതെന്താണ്? ഇത് നമ്മൾ അഡ്വൈസ് ഇങ്ങോട്ട് ചോദിക്കാണ്. ഞാൻ പോയി ഡോക്ടറെ കാണണോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടാലോ, ഞാൻ ആ പല്ല് ഡോക്ടറെ പോയി കാണണോ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തൊട്ടടുത്തല്ലേ നമ്മുടെ അച്ഛനമാരോ അമ്മമാരോട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടൊരു സജഷൻ ചോദിക്കും. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവിടെ പോവണം. ഓക്കെ,
അഡ്വൈസ് ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്, ഒരു അഡ്വൈസ് ഒരു ആസ്കിങ് മോഡലാണ് അല്ലെ. അഡ്വൈസ് എന്ത് ചെയ്യാണ്, ഒരു ചോദിക്കാണ്, ഒരു പെർമിഷൻ പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്വൈസ് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് പോലെയാണ് അല്ലെ. ഞാനത് പോയി ചെയ്തോട്ടെ അല്ലെ, നമ്മൾ അവിടെ പോയിട്ട് കാണട്ടെ, അങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം വരുമ്പോഴാണ് എന്ത് വരുന്നത്, ഷുഡ് ഐ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ആസ്കിങ് ഫോർ ആൻഡ് ഗിവിങ് അഡ്വൈസ്, ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് വെറുതെ അങ്ങ് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് ഇതൊക്കെ എപ്പോഴും വരുന്നതാണ്. യു ഷുഡ് സ്റ്റഡി ഹാർഡർ, യു ഷുഡ് വർക്ക് ഹാർഡർ. നീ എന്ത് ചെയ്യണമായിരുന്നു, ഇതിനൊക്കെ മുമ്പിൽ നമുക്ക് വേണമെങ്കിൽ ഐ തിങ്ക് എന്നൊക്കെ യൂസ് ചെയ്യാം അല്ലെ. ഐ തിങ്ക് യു ഷുഡ് സ്റ്റഡി ഹാർഡ്, നീ ഒന്നും കൂടെ ഉഷാറായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സോ അഡ്വൈസ് കൊടുക്കാൻ, ഓക്കെ ക്ലിയർ അല്ലേ മക്കളെ, അഡ്വൈസ് കൊടുക്കാൻ എന്താണ് യൂസ് ചെയ്യുന്നത്, ഷുഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സജഷൻസ്, എങ്ങനെയുള്ള സജഷൻസ് നോക്കാം. ഐ തിങ്ക് വി ഷുഡ് ടോക്ക് ടു ഹിം, എന്താണ്, സജഷൻസ് ആണ്. ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നു. ഐ തിങ്ക് വി ഷുഡ് ടോക്ക് ടു ഹിം, എന്താണ്, വി ഷുഡ് ടോക്ക് ടു ഹിം, നമുക്ക് അവനോട് സംസാരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ്, അവനോട് സംസാരിച്ച് എന്താവും, അത് ക്ലിയർ ആവും അല്ലെ. ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും, നമ്മൾ എന്ത് പറയാം. അപ്പൊ ഇവിടെ ഒരാളൊരു സജഷൻ പറഞ്ഞു കൊടുക്കാണ്, നമ്മളെല്ലാവരും അദ്ദേഹത്തോട് പോയി സംസാരിക്കണം എന്നുള്ളതാണ് എന്ത്, അതാണ് അയാൾ വെക്കുന്ന സജഷൻസ്. എന്താണ്, അയാളോട് പോയി സംസാരിക്കുക. ഓക്കെ, നമ്മളെല്ലാവരും അയാളോട് സംസാരിക്കണം എന്ന് തോന്നുന്നു, അപ്പൊ എന്തായാലും സോൾവ് ആവും അല്ലെ. അപ്പൊ ഇവിടെ ഈ വ്യക്തി വെക്കുന്ന സജഷൻസ് ആണ് എന്ത്, ഐ തിങ്ക് വി ഷുഡ് ടോക്ക് ടു ഹിം, നമ്മളെല്ലാവരും അവരോട് പോയി സംസാരിക്കണം എന്നുള്ള ഒരു സജഷൻ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ യു ഷുഡ് ടേക്ക് എ ബ്രേക്ക്, എന്ത് ചെയ്യണം, നീ ഒരു ബ്രേക്ക് എടുക്കണം. ഓക്കെ, and go for a walk outside to clear your mind. ഇത് നമ്മൾ സ്വയം എടുക്കുന്ന ഒരു സജഷൻ ആട്ടോ, നമ്മൾ സ്വയം എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഓക്കെ, എങ്ങനെയാണ്, യു ഷുഡ് ടേക്ക് എ ബ്രേക്ക്, നിങ്ങൾ എന്ത് ചെയ്യണം, നീ ഒരു ബ്രേക്ക് എടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഗോ ഫോർ എ വാക്ക് ഔട്ട്സൈഡ് ടു ക്ലിയർ യുവർ മൈൻഡ്. ആകെ ടെൻഷനാണ് അല്ലെ, ആകെ പ്രഷറാണ്, ടെൻഷനാണ്, ഒന്ന് പുറത്തൊക്കെ പോയി എന്ത് ചെയ്യാം, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിട്ട് ഒരു ബ്രേക്ക് എടുക്കണം എന്നുള്ള ഒരു സജഷനാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ദെൻ യു ഷുഡ് സ്റ്റാർട്ട് സേവിങ് മണി. ഇതെപ്പോഴും നമുക്ക് മറ്റുള്ളവർ നമ്മളോട് പറയുന്ന ഒരു സജഷൻ തന്നെയാണ്. എന്താണത്, യു ഷുഡ് സ്റ്റാർട്ട് സേവിങ് മണി, എന്ത് ചെയ്യണം, പൈസ സേവ് ചെയ്യണം. എന്താണ്, മണി സേവ് ചെയ്യാൻ തുടങ്ങണം. എന്തിനാണ്, ഫോർ യുവർ ഫ്യൂച്ചർ ഗോൾസ്. എന്തിനു വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ഗോൾസ് ലൈക്ക് വെക്കേഷൻ ആൻഡ് ബൈയിങ് എ ന്യൂ കാർ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അതാണ് നോക്കേണ്ടത്. യു ഷുഡ് സ്റ്റാർട്ട് സേവിങ് മണി, എന്താണ്, സജഷൻ ആണ്. ഇനി മുതൽ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ പൈസയൊക്കെ അങ്ങ് സേവ് ചെയ്യുക. ഓക്കെ, ഇതെന്താണ്, സജഷൻ ആണ്. ഷുഡ് കൊണ്ട് തുടങ്ങുന്ന എന്താണ്, സജഷൻ ആണ്. ഓക്കെ, അപ്പൊ സജഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഷുഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ to talk about what is idea. Okay, to talk about what is idea അല്ലെ. ഞാൻ പറഞ്ഞു, നമുക്ക് ഐഡിയാസ് ഒക്കെ ഉണ്ടാവും അല്ലെ, പല ഐഡിയാസും ഉണ്ടാവും. നമുക്ക് ഇനി ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ വെറുതെ ഇടപെട്ട് കുറച്ച് ഐഡിയാസ് ഒക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, there should be more ideas. എന്താണ്, there should be more ideas. നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഇനി നമുക്ക് ഒരുപാട് ഐഡിയകളുടെ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ, നമുക്ക് തോന്നുകയാണ് അല്ലെ. I think there should be more ideas. ഇനി എന്ത് ചെയ്യണം, പുതിയ പുതിയ ഐഡിയാസ് എന്ത് ചെയ്യണം, അവിടേക്ക് വേണം, എന്നാലുള്ള അത് ഉഷാറാവും അല്ലെ. സോ നോക്കാം, there should be more camp. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ക്യാമ്പുകളൊക്കെ തുടങ്ങാറുണ്ടല്ലോ. നമ്മളിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ടൈമിൽ, നമ്മളിങ്ങനെ പല ദുരന്തങ്ങളൊക്കെ വരുന്ന ടൈമിൽ ക്യാമ്പ് തുടങ്ങും. അപ്പം 1-2 ക്യാമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്കൊരു ഐഡിയ തോന്നുകയാണ്, ഒന്നും കൂടെയൊക്കെ കുറച്ചും കൂടെയൊക്കെ എന്താണ്, there should be more camp. അവിടെ കുറച്ചും കൂടെയൊക്കെ ക്യാമ്പുകൾ വേണം. എന്താണ്, കുറച്ചും കൂടെ കൂടുതൽ ക്യാമ്പുകൾ അവിടെ ഉണ്ടെങ്കിൽ എന്താവും, ഒന്നും കൂടെ ആളുകൾക്ക് എന്താവും, ഉഷാറാവും എന്നുള്ള ഒരു കംഫർട്ട് ആവും എന്ന് പറയാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഐഡിയ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ അവിടെ പറയണം. എങ്ങനെയാണ് പറയുന്നത്, there should be more camp. അവിടെ കുറച്ചും കൂടി ക്യാമ്പുകൾ വേണം എന്നുള്ള ഒരു ഐഡിയ പറയുകയാണ്. ഓക്കെ, ദെൻ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഒന്നോ രണ്ടോ നേഴ്സുമാരൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പൊതുവെ ക്യാമ്പിലാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വക ഒരു ഐഡിയ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. എന്താണ് ഐഡിയ, there should be hire more nurses. എന്ത് ചെയ്യണം, ഒരുപാട് നേഴ്സുകളെ ഹയർ ചെയ്യണം അല്ലെ, ഒരുപാട് നേഴ്സുകൾ എന്ത് ചെയ്യണം, അവിടെ എടുക്കണം. ഒരുപാട് നേഴ്സുകളെ എടുത്തു കഴിഞ്ഞ് എന്താവും, ഒന്നും കൂടെ എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് ഐഡിയാസ് ഉണ്ട് അല്ലെ. അവരാ ഷോപ്പിൽ ഒന്നും കൂടെ കൂടുതൽ സാധനങ്ങൾ അവരവിടെ ഇറക്കുക എന്താവും, ഒന്നും കൂടെ ഉഷാറായിരിക്കും. അങ്ങനെയുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള കുറെ ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം മക്കളെ, ഷുഡ് യൂസ് ചെയ്യാം. ഓക്കെ,
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്ത് യൂസ് ചെയ്യാം? ഷുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ടു എക്സ്പ്രസ് സർപ്രൈസ്, ആങ്കർ, ഡിസഗ്രിമെന്റ്. ഓക്കെ, ചില സമയത്ത് നമ്മൾ ഓവറായിട്ട് അങ്ങ് സർപ്രൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യം കൊണ്ടൊക്കെ അങ്ങ് ഓവറായിട്ട് അതിനെതിരെ അങ്ങ് ഓവറായിട്ട് എക്സൈറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും? പ്രതികരിക്കും അല്ലെ? ചില സമയത്ത് നോക്കാം, ആ പ്രതികരിക്കുന്ന സമയത്ത് എന്തൊക്കെ വരും? വൈ, ഹൗ അല്ലെ? ഞാൻ എന്തിനതിന് ചെയ്യണം അങ്ങനെ ചോദിക്കാറില്ലേ? ഞാൻ എന്തിനാ അവിടെ പോകണം അല്ലെ? അതിന്റെ അർത്ഥം അവിടെ പോകണമെന്നോ അല്ലെങ്കിൽ ഇനി പോകണമെന്നോ പോയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം ഇതൊന്നും അല്ല. അവിടെ അതൊരു ആങ്കർമെന്റ് ഉണ്ടാവുന്ന, ഡിസഗ്രിമെന്റിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ? ഞാൻ എന്തിനു പോകണം, ഞാൻ എന്തിനത് പറയണം, ഞാൻ എന്തിനത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. അവിടെയാണ് എന്ത് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഷുഡ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ഒരാളോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ അഭിപ്രായം, നീ അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. ഞാൻ ഇനി അവിടെ പോയിട്ട് അല്ലെങ്കിൽ നീ അത് പോയിട്ട് കണ്ടോ ചോദിച്ചാൽ എങ്ങനെ ഞാൻ എങ്ങനെ കണ്ടു, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ പറയണ്ടേ നമുക്ക് അല്ലെ? ഞാൻ എന്തിനു പറയണം, ഞാൻ എന്തിനു ചെയ്യണം എന്നൊക്കെ ഒരു സ്ട്രോങ്ങിലാണ് അത് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. ഹൗ ഷുഡ് ഐ നോ ഐ വോണ്ട് ഹൗ ഷുഡ് ഐ നോ ഐ വോണ്ട് ദർ. എന്താണ്? ഞാൻ എന്തിനറിയണം? ഓക്കെ, ഹൗ ഷുഡ് ഐ നോ, ഞാൻ എങ്ങനെ അറിയും? കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ എങ്ങനെ അറിയും? നീ അറിഞ്ഞിരുന്നു നോക്കുമ്പോ ഞാൻ എങ്ങനെ അറിയും, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു യൂസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വൈ ഷുഡ് ഐ ടെൽ യു. എന്താണ് വൈ ഷുഡ് ഐ ടെൽ യു? ഞാൻ എന്തിനാ അവളോടത് പറയണം? ഓക്കെ, വൈ ഷുഡ് ഐ ടെൽ യു. ഇതൊക്കെ നമ്മൾ ലൈഫില് മലയാളത്തിലൊക്കെ നന്നായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്? ഇതൊന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചെന്നുള്ളൂ. വൈ ഷുഡ് ഐ ടെൽ യു, വൈ ഷുഡ് ഐ ടെൽ യു, ഞാൻ എന്തിനത് അവളോട് പറയണം അല്ലെ? ഞാൻ എന്തിനു പറയണം? വളരെ കാഷ്വൽ ആയിട്ട് കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ചോദിക്കുന്നത് അല്ലെ? സോ നമ്മൾ വൈന്റെ ഹൗവിന്റെ ഒക്കെ കൂടെ കുറച്ച് സർപ്രൈസ് ആയിട്ട് കുറച്ച് ഡിസഗ്രിമെന്റ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഷുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഷുഡ് ഹാവ്. ഓക്കെ, ഒരുപാട് സ്ഥലങ്ങളിലൊന്നും നിങ്ങൾ ഇങ്ങനെ ഷുഡ് ഹാവ് ഒന്നും കാണുന്നുണ്ടാവില്ല. ഷുഡ് ഒക്കെ കാണുന്നുണ്ടാവും, പക്ഷെ ഒരുപാട് ഭാഗങ്ങളിലൊന്നും ഷുഡ് ഹാവ് കാണില്ല. പക്ഷെ ഇങ്ങനെ ഒരു യൂസും ഉണ്ട്. നോക്കാം. ടു എക്സ്പ്രസ് റിഗ്രറ്റ് ആണ്. എന്താണ് റിഗ്രറ്റ്? ഇത് നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അല്ലെ? എത്രത്തോളം നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് അറിഞ്ഞാലും നമ്മൾ വെറുതെ ഇരുന്ന് അങ്ങ് റിഗ്രറ്റ് ചെയ്യും അല്ലെ? വെറുതെ ഇരുന്ന് പശ്ചാത്താപിക്കുക എന്നൊക്കെ പറയാം അല്ലെ? വെറുതെ ഇരുന്ന് റിഗ്രറ്റ് ചെയ്യും. അയ്യോ അത് ചെയ്തില്ലായിരുന്നു, അത് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അങ്ങനെ റിഗ്രറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും നമ്മളല്ലേ? ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മൾ റിഗ്രറ്റ് ചെയ്യണം. നമുക്ക് ഇനി അത് ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞ് റിഗ്രറ്റ് ചെയ്യാം. ഓക്കെ, നോക്കാം. You should have been more careful. You should have been more careful. ഒന്നും കൂടെയൊക്കെ നീ നല്ല പോലെ എന്ത് ചെയ്യായിരുന്നു? കെയർ ചെയ്യണം. You should have been. ഇത് നമുക്ക് നമ്മോട് തന്നെ സ്വയം പറയാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം പറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? you should have been more careful. നീ ഒന്നും കൂടെ കെയർഫുൾ ആണെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളോട് തന്നെ നമുക്ക് പറയാം അല്ലെ? ഒന്നും കൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? അത് സംഭവിക്കില്ലായിരുന്നു. പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല, പാസ്റ്റിൽ നടന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാ? റിഗ്രറ്റ് ചെയ്യുക അല്ലെ? ഓക്കെ, ദെൻ നോക്കാം. ഈ റിഗ്രറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ട്? നെഗറ്റീവ് റിഗ്രറ്റ് ഉണ്ട്. എന്താണ്? നെഗറ്റീവ് ആയിട്ട് റിഗ്രറ്റ് ചെയ്യാം. ഐ ഷുഡിൻ ഹാവ് ടോൾഡ് യു. ഐ ഷുഡിൻ ഹാവ് ടോൾഡ് യു. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അല്ലെ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്തൊക്കെയോ വലുതായിട്ട് സംഭവിച്ചും കഴിഞ്ഞു. ഇനി അവിടെ ഇരുന്ന് അങ്ങ് റിഗ്രറ്റ് ചെയ്യാം. എന്താണ്? ഐ ഷുഡിൻ ഹാവ് ടോൾഡ് യു. ഞാൻ അവനോട് അല്ലെങ്കിൽ ഞാൻ അവളോട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അല്ലെ? ഐ ഷുഡിൻ ഹാവ് ടോൾഡ് യു. ഞാൻ നിന്നോട് അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? പറയാൻ പാടില്ലായിരുന്നു. റിഗ്രറ്റ് ചെയ്യാണ്, ഇരുന്ന് റിഗ്രറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ you should have arrived 50 minutes ago. You should have arrived 50 minutes ago. എന്താണ്? You should have arrived 50 minutes ago. ഒരു 15 മിനിറ്റ് മുമ്പ് നീ വന്നിരുന്നെങ്കിൽ ആ ട്രെയിനിനൊക്കെ കിട്ടിയേനെ. ഓക്കെ, ഒരു 15 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ നിനക്ക് ആ ബസ് കിട്ടിയേനെ. കാരണം എന്ത് ചെയ്തു? അവിടെ പോയി കഴിഞ്ഞു. ഓക്കെ, ഒരു 15 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ നിനക്ക് അവനെ കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഒരു 15 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ആ വ്യക്തിയെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവില്ലേ? മിസ്സായി പോയി. ഓക്കെ, പക്ഷെ അതൊരു 15 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ മിസ്സാവില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്? വെറുതെ എന്ത് ചെയ്യാണ്? റിഗ്രറ്റ് ചെയ്യാണ്. ഓക്കെ, സോ പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം മക്കളെ? ഷുഡ് ഹാവ് യൂസ് ചെയ്യാം. എന്താണ്? പാസ്റ്റ്
പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് ഇതിന്റെ യൂസ് ഒക്കെ നമുക്ക് ലൈഫിൽ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ വല്ലാണ്ട് യൂസ് കാണാത്തതാണ് പ്രശ്നം അല്ലെ. മലയാളത്തിലായിരുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മൾ സ്ഥിരം ലൈഫിലായിരുന്നെങ്കിൽ ഇത് തന്നെയാണ് നമുക്ക് കാര്യമായിട്ട് പറയും. പക്ഷെ എന്താണ് നമ്മുടെ ഒരു ഇംഗ്ലീഷ് സെന്റൻസുകളിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വല്ലാണ്ട് ഈ ഒരു ഷുഡ് ഹാവ് കാണുന്നില്ല. ഇനി കാണുകയാണെങ്കിൽ തന്നെ അത് എന്ത് യൂസ് ആണ് മക്കളെ, പാസ്റ്റിലെ റിഗ്രറ്റ് ആണ്. ഓക്കെ, എന്താണ് പാസ്റ്റിലെ റിഗ്രറ്റ് ആണ്. ദെൻ ഓക്കെ, ഷാൾ, ഷുഡ് ഹാവ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, ഒരുപാട് ഇമ്പോർട്ടൻസ് ഒന്നും അതിന് വരുന്നില്ല. ഒരുപാട് ഷാളിനൊന്നും ഒരുപാട് യൂസ് ഇപ്പോ ഈ ഒരു പ്രസന്റില് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് യൂസുകളൊന്നും ഷാളിനൊന്നും കൊടുക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഷാളിന്റെയും ഷുഡിന്റെയും ഷുഡ് ഹാവിന്റെയും എന്ത് യൂസുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട് എഴുതണം, ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണണം, ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കാണുക. സോ ഐ എം ബാക്ക് വിത്ത് അനദർ ഓക്സിലറി വെർബ്. ഓക്കെ, ബൈ.